നമ്മൾ മലയാളികളുടെ ലൈഫിൽ ഉച്ചക്കലത്തെ ലഞ്ചിന് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം ഉച്ചക്കൽ ലഞ്ചിന് ഒരു ചാറുകറി, ഒരു ഉപ്പേരി, സൈഡിൽ ഒന്ന് രണ്ട് തൊടുകറികൾ അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെയധികം ഹാപ്പിയാണ് നമ്മൾ. ഞങ്ങളുടെ വീട്ടിൽ ഏറ്റവും അധികം ഞായറാഴ്ച ദിവസങ്ങളിലാണ് ഇതുപോലെ രണ്ടോ അതിലധികമോ കറികളൊക്കെ ആയിട്ട് കഴിക്കാറുള്ളത്. ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ ജോലി സ്ഥലത്തോ സ്കൂളിലോ ഒക്കെ ആയിരിക്കും ലഞ്ച് കഴിക്കാറുണ്ടാവുക. എന്തായാലും ഇന്ന് ഞായറാഴ്ചയായിട്ട് ഉച്ചയ്ക്ക് ഞാൻ കുറച്ച് വിഭവങ്ങളുമായിട്ട് ഒരു ലഞ്ച് തയ്യാറാക്കിയിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പീസ് ഒക്കെയാണ്. അപ്പോൾ അത് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ ഞാൻ മീൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കുറച്ചധികം പ്രോസസ്സ് ഉള്ളതും അതുപോലെ തന്നെ ടൈം എടുത്തും ചെയ്യേണ്ടത് മീൻ കറിയാണ്. ആദ്യം നമുക്ക് മീൻ കറി തയ്യാറാക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള മീൻ പുതിയാപ്ലക്കോര അല്ലെങ്കിൽ ചുവന്നകുട്ടൻ എന്നൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഭാഗത്ത് പറയാറുള്ളത് കേട്ടോ. എന്തായാലും ചേട്ടൻ കടയിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവരുന്ന സമയത്ത് തന്നെ കഴുകി വൃത്തിയാക്കി ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ വന്ന് ഒന്ന് കല്ലുപ്പും മഞ്ഞപ്പൊടിയും ഒക്കെ ഇട്ട് നല്ല രീതിയിൽ കഴുകി, വലിയ മീനായതുകൊണ്ട് തന്നെ 2 കഷ്ണങ്ങളാക്കിയിട്ടാണ് കറി വെക്കാനായിട്ട് പോകുന്നത്. ഇതിലേക്ക് നമുക്ക് നാളികേരത്തിൻ്റെ അരപ്പ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് അരമുറി നാളികേരം ചെരുകിയതും അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകവും പിന്നെ എരിവിന് ആവശ്യമായിട്ട് 2 ടീസ്പൂണോളം മുളക് പൊടി, 2 ടീസ്പൂണോളം മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചു കൊടുക്കുകയാണ്. ചിലർക്ക് പെരിഞ്ചീരകം ചേർക്കുന്നത് അത്രയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. പക്ഷെ ഞാനിവിടെ മീൻകറി വെക്കുന്ന സമയത്ത് എപ്പോഴായാലും പെരിഞ്ചീരകം ചേർക്കാറുണ്ട്. പെരിഞ്ചീരകവും ഒക്കെ കൂടി ചേർത്ത ഈ ഒരു കൂട്ട് നേരെ മീനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കുറച്ചധികം കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഈ ഒരു അരപ്പ് മീനിൽ തേച്ച് പിടിപ്പിച്ച് ഒരു അരമണിക്കൂറോളം അല്ലാന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റോളെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ലഞ്ചിന് ആവശ്യമായിട്ടുള്ള ഒരു തോരൻ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ തൃശ്ശൂർ സ്റ്റൈലിൽ ഒരു ഉപ്പേരി തയ്യാറാക്കിയെടുക്കാം. ഉപ്പേരി ഞാൻ പയറുപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. നന്നാക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിന് തന്നെ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് കുറച്ച് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്തേക്ക് കുറച്ചധികം കറിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയോ അല്ലാന്നുണ്ടെങ്കിൽ ചതച്ച മുളകോ കൂടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് മൂപ്പിച്ച് കൊടുക്കാം. കരിയാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം ഒരു 1/4 മുറി നാളികേരം ചുരുക്കിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പലപ്പോഴും ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് അമ്മ എന്നോട് പ്രത്യേകം പറയുന്ന ഒരു കാര്യമാണ്, നീ എപ്പോൾ മെഴുക്ക് പുരട്ടി ഉപ്പേരികൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും ആദ്യം നാളികേരം ഇട്ട് ഒന്ന് വറുത്തതിന് ശേഷം വേണം നമ്മൾ ഇതിലേക്ക് കഷ്ണങ്ങളോ അല്ലാന്നുണ്ടെങ്കിൽ എന്ത് സാധനമാണോ ഉപ്പേരി വെക്കാനായിട്ട് ചേർക്കുന്നത് അത് ഇട്ട് കൊടുക്കാനെന്നുള്ളത്. അപ്പം ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് അങ്ങനെയാണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രത്യേക രുചി തന്നെ നമ്മുടെ ഈ ഒരു തോരൻ ഉണ്ടാവും. അപ്പോൾ അമ്മ പറഞ്ഞത് കറക്റ്റാണ് കേട്ടോ. പിന്നെ ഞാൻ ഇതിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പയറാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം ഒന്ന് ഒതുക്കിയതിന് ശേഷം നമ്മളൊന്ന് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 5 തൊട്ട് 8 മിനിറ്റ് വരെ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പയറൊക്കെ വെന്ത് കിട്ടും കേട്ടോ. ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന അരപ്പൊക്കെ തേച്ചിട്ടുള്ള ഈ ഒരു മീനിലേക്ക് നമ്മൾ കുടംപുളി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു 3-4 കുടംപുളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം അരച്ച മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ആ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഈ ഒരു കൂട്ട് ഞാൻ മീനിൽ പരട്ടി വെക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പറയാനായിട്ട് വിട്ടുപോയതാണ്. ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് നമ്മൾ തിളപ്പിക്കാനായിട്ട് വെച്ചേക്കാണ്. ഞങ്ങൾ 2 നേരത്തേക്കുള്ള മീൻ കറിയാണ് ഇപ്പോൾ തയ്യാറാക്കുന്നത് കേട്ടോ. അതിലേക്ക് ആവശ്യമായിട്ടുള്ള നാളികേരവും കാര്യങ്ങളൊക്കെയാണ് എടുത്തിട്ടുള്ളത്. മീൻ കറി തിളയ്ക്കുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ പയറുപ്പേരിയും റെഡി ആയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ മൂടി തുറന്നൊന്ന് ഇളക്കി കൊടുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇതിലൊട്ടും വെള്ളം ചേർത്തിട്ടില്ല. ആവിയിലാണ് ഈ ഒരു പയർ വെവിച്ചെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോഴേക്കും എന്താ നമ്മുടെ മീൻ കറിയൊക്കെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കയ്യിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് പൊന്തിയിട്ട് ഈ ഒരു അടുപ്പിലൊക്കെ മൊത്തം പോവും. അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് കയ്യിൽ വെച്ച് ഒന്ന് എനിക്ക് കൊടുത്തത്. ഞാനിവിടെ ഉണ്ടാക്കുന്നതിൽ വെച്ചിട്ട് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ. ഇവിടെ പിള്ളേർക്കായാലും ഹസ്ബൻഡിനായാലും ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ഈ ഒരു ചമ്മന്തി ചെമ്മീൻ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരമുറി നാളികേരം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2-3 ചുവന്നുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കറിവേപ്പിൻ്റെ ഇലയും ഉപ്പും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും അതുപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ട് കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെനിക്ക് വീട്ടിൽ നിന്ന് അമ്മ കൊടുത്തു വിട്ട നല്ല ഉണക്ക ചെമ്മീനാണ്. വീട്ടിൽ ഉണക്കിയതാണെന്നാണ് അമ്മ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ തലയും മാലൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തീയൊക്കെ വെച്ചതിന് ശേഷം ഈ ഒരു ചട്ടിയിലിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. ജസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ഡ്രൈ ആക്കി എടുക്കണം. ഇതിൽ ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല. എന്നാലാണ് നമ്മുടെ ആ ഒരു കറക്റ്റ് ചമ്മന്തിയുടെ ആ ഒരു കൺസിസ്റ്റൻസി കിട്ടുള്ളൂ കേട്ടോ. ചമ്മന്തിയുടെ ഈ ഒരു കൂട്ട് മിക്സിയുടെ ജാറിലിട്ട് അരയ്ക്കണം എന്നുണ്ടെങ്കിൽ ഇതൊന്ന് ചൂടാറണേ. അപ്പോൾ ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് സവോളയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് നല്ലൊരു സർലാസ് തയ്യാറാക്കി എടുക്കാം. നമ്മൾ ലഞ്ചിൽ തൈര് ഉൾപ്പെടുത്തുന്നത് വളരെയധികം നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞായറാഴ്ച ദിവസങ്ങളാണ്
കൂടുതലും ഇങ്ങനെയുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാവുക. എന്തായാലും സർലാസ് ഉണ്ടാക്കാനായിട്ട് ഒരു സവോള ചെറുതാക്കി അരിഞ്ഞതും 2 പച്ചമുളക് അരിഞ്ഞതും ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നല്ല കട്ടയായിട്ടുള്ള പുളി കുറഞ്ഞിട്ടുള്ള തൈരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും അതുപോലെ തന്നെ ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള ഇഞ്ചിയും, നമുക്കിതിലേക്ക് കുറച്ച് എന്താ പറയുക തക്കാളിയും ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാൻ ഇഞ്ചിയും തക്കാളിയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ സർലാസും റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പീസാണ് ഞാൻ കാണിക്കുന്നത്. ഇതിലുണ്ടാക്കാനായിട്ട് കുറച്ച് വിഷമം ഉണ്ടാവുക മീൻകറിയാണ്, അതിന് കുറച്ച് പ്രോസസ്സ് കൂടുതലാണ് കേട്ടോ. എങ്കിലും നമ്മൾ ഇടയ്ക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്തായാലും നമ്മുടെ ചമ്മന്തി ചൂടാറാനൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ഇതിൽ തീരെ വെള്ളത്തിൻ്റെ മയം ഉണ്ടാവാനായിട്ട് പാടില്ല. അങ്ങനെ വെള്ളത്തിൻ്റെ മയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അരയ്ക്കുന്ന സമയത്ത് ചമ്മന്തി ഇങ്ങനെ കുഴഞ്ഞിരിക്കും. ഇങ്ങനെ ഡ്രൈ ആക്കിയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെ നല്ല രീതിയിൽ ഉതിർന്ന് കിട്ടുന്ന രീതിയിലായിരിക്കും കേട്ടോ ചമ്മന്തി ഉണ്ടാവുക. ഇന്നിവിടെ ഉണ്ടാക്കിയിട്ടുള്ള 3 വിഭവങ്ങളിലും ഒഴിച്ചുകൂടാനായിട്ട് പറ്റാത്തൊരു സംഭവമാണ് നാളികേരം. ഇവിടെ കൂടുതലും നാളികേരം അരച്ചിട്ടാണ് ഞാൻ മീൻകറി ഉണ്ടാക്കാറുള്ളത്. എങ്കിലാണ് നമുക്ക് 2 നേരം കഴിക്കാനായിട്ടൊക്കെ തേയുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് നാളികേരം ഞങ്ങളിവിടെ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നതും. നാളികേരത്തിന് നമുക്ക് ലഭ്യത കുറവില്ല, അപ്പോൾ അതുകൊണ്ട് നമ്മൾ നാളികേരം ഏറ്റവും കൂടുതൽ യൂട്ടിലൈസ് ചെയ്യുന്നതും അങ്ങനെയാണ് കേട്ടോ. എന്തായാലും ചമ്മന്തി നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തപ്പോൾ ഈ രൂപത്തിലാണ് കിട്ടിയിട്ടുള്ളത്. ഇതാണ് ശരിക്കും ഇതിൻ്റെ ആ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത് കേട്ടോ. ഇതുപോലെ വേണം നമുക്ക് പൊടിയായിട്ട് വേണം നമുക്ക് ചമ്മന്തി കിട്ടാനായിട്ട്. വെള്ളം ചേർത്ത് അരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ കുഴഞ്ഞിരിക്കും. അപ്പോൾ അതിന് ആ ഒരു ടേസ്റ്റിന് വ്യത്യാസമുണ്ട്. ഇങ്ങനെ കിട്ടുന്നതിനും ടേസ്റ്റിന് വ്യത്യാസമുണ്ട്. ഫൈനലി നമ്മൾ ആദ്യം ഉണ്ടാക്കിയിട്ടുള്ള റെസിപ്പിയാണ് മീൻകറി. അതിലേക്ക് തന്നെ തിരിച്ചു വരാം. ഇപ്പം നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു മീൻകറിയുടെ ചാറൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് നമ്മൾ വറ്റിച്ചെടുക്കുന്നില്ല, കാരണം നമുക്കിവിടെ ഒഴിച്ച് കഴിക്കാനായിട്ടാണ് ഏറ്റവും കൂടുതൽ മീൻകറി ഉപയോഗിക്കുന്നത്. വറ്റിച്ച് കഴിഞ്ഞാൽ നമുക്ക് മീൻകറി തേയാണ്ടൊക്കെ ആയിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഞാൻ തീ ഓഫാക്കി കൊടുക്കുകയാണ്. നമുക്കിവിടെ തൃശ്ശൂർ സ്റ്റൈലിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മീൻകറിയിൽ ഈ ഒരു ചുവന്നുള്ളി താളിച്ചൊഴിക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് തവിടെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിലേക്ക് ചെറുതാക്കി നീളത്തിൽ അരിഞ്ഞിട്ടുള്ള ചുവന്നുള്ളി ഇട്ട് കൊടുക്കുക. ചുവന്നുള്ളി ഒന്ന് മൂത്ത് വരുന്ന സമയത്തേക്ക് നമുക്ക് കുറച്ചധികം കറിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു മീൻകറിയുടെ മുകളിലേക്ക് ഈ താളിച്ച് വെച്ചിട്ടുള്ള താളിപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അതോടുകൂടി നമ്മുടെ മീൻ കറിയും ഫൈനലായിട്ട് തയ്യാറായിട്ടുണ്ട്. ഇതൊക്കെ കൂട്ടിയിട്ട് നല്ല കിടിലനായിട്ട് നമുക്കൊരു ഉച്ചയൂണ് കഴിക്കാം. അപ്പോൾ ഇത് ഒരുപാട് ഹെൽത്തി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഹെൽത്തി ആണെന്നൊന്നും കൂടുതലായിട്ട് പറയുന്നില്ല. പക്ഷേ ഹോം മെയ്ഡ് ആണ്, നമുക്ക് വിശ്വസിച്ച് കഴിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഭക്ഷണം കഴിക്കാം. ഇതിൽ കുറച്ച് നാളികേരമൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ അത്രയും ഹെൽത്തി ആണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നമുക്ക് വീക്കിലി ഇങ്ങനെയൊക്കെ കഴിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുകയാണ്. ഇതിലേതെങ്കിലുമൊക്കെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു കിട്ടിലെ മീഡിയം ആയിട്ടോ വ്ളോഗായിട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും ബൈ.